ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം ചില സമയത്ത് വളരെ പ്രത്യേകതയുള്ളതായിട്ട് തോന്നാറുണ്ട്. മനസ്സിൻ്റെ ഏത് പ്രവർത്തനവും ശരീരത്തെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ബാധിക്കാറുണ്ട്, അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ ഇത് രണ്ടും ഒരേ പാറ്റേണിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് കാമത്തിൻ്റെ ഊർജം കൂട്ടാനായിട്ട് പങ്കാളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളിക്ക്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മളൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആഗ്രഹമാണ് ആദ്യം വേണ്ടത്. ആഗ്രഹം ഉണ്ടെങ്കിലേ സംതൃപ്തിയുള്ളൂ. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പല പല ടെൻഷനുകളാണ്. ചില ദിവസം എനർജി ലെവൽ വളരെ കുറവായിരിക്കും, ഒരു മൂഡ് കാണത്തില്ല. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയുടെ മൂഡ് മാറ്റാനായിട്ടൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ കാമത്തിൻ്റെ തലത്തിൽ ഇവിടെ രണ്ട് ഊർജ്ജകേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ ഉണ്ട്, മറ്റൊന്ന് മനസ്സിൻ്റെ ഉണ്ട്. ഇപ്പോൾ ചുംബനങ്ങൾ തന്നെ പല തരത്തിലുണ്ട്. സ്നേഹത്തിൻ്റേതായിട്ടുള്ളതുണ്ട്, കാമത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്ത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇവിടെ സ്ത്രീ പങ്കാളി ഫോർപ്ലേക്ക് മുൻകൈ എടുക്കുമ്പോൾ പുരുഷൻ്റെ മൂഡ് പെട്ടെന്ന് മാറും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബോഡി ലാംഗ്വേജിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം ഡ്രസ് കോഡും ഹെയർ കോഡുമാണ്. ചിലർക്ക് ഇത് വേണമെന്ന് തോന്നുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് പങ്കാളിയെ അറിയിക്കുന്ന ചില പെരുമാറ്റ രീതികളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ ചുണ്ടും നാവും ഉപയോഗിച്ച് ചെയ്യുന്ന ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു പ്രത്യേക രീതിയിലുള്ള നോട്ടം, സംസാരം, കണ്ണുകളിൽ വരുത്തുന്ന വികാരം. നമ്മുടെ ഓരോ ഭാഗത്തെ സ്പർശനത്തിലും ന്യൂറോൺസ് പ്രതികരിക്കുന്നത് ഓരോ തരത്തിലാണ്. മാരണങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണ ഇഷ്ടത്തോടാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് അത് കൊടുക്കാൻ നോക്കണം. കാരണം പൗരുഷത്തിൻ്റെ പ്രവർത്തനവും മനസ്സിൻ്റെ പ്രവർത്തനവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട സിഗ്നലുകൾ വരുമ്പോൾ അരഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം സന്തോഷത്തോടെ അല്ലെങ്കിൽ രണ്ടു പേർക്കും സംതൃപ്തി കിട്ടുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ടും തയ്യാറെടുപ്പ് വേണ്ടി വരുന്നത് പുരുഷനാണ്. കാരണം അവരെ സംബന്ധിച്ച് ഉദ്ധാരണം എന്ന പ്രക്രിയ ശരിയായ സമയത്ത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ നിയന്ത്രണവും. ചിലർക്കാണെങ്കിൽ മിക്കവാറും ദിവസം ഒന്ന് തുടങ്ങിക്കിട്ടാനാ പാട്. വല്ലാത്ത ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. ഇവിടെ സ്നേഹത്തിൻ്റേതായിട്ടുള്ള സംസാരത്തിൽ കൂടി, സ്പർശനത്തിൽ കൂടി, ചുംബനത്തിൽ കൂടി ഒക്കെ തന്നെ പങ്കാളിയുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പങ്കാളികളെ സംബന്ധിച്ച് പെട്ടെന്ന് റിലാക്സ് ചെയ്യാനും എനർജി ലെവൽ കൂട്ടാനും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാലുകളിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കാൽപാദത്തിലും വിരലുകളിലുമൊക്കെ ചില ക്രിയകൾ ചെയ്യുമ്പോൾ വല്ലാത്ത അനുഭൂതിയാണ്. പിന്നെ ഓരോരുത്തരും അവരവരുടെ യുക്തി അനുസരിച്ച് ഇത് ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന പല നെർവ് എൻഡിങ്സും കാൽപാദങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അരഭാഗത്തെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്ന ചില ക്രിയകൾക്ക് പറ്റും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിനകത്ത് ആകർഷണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സീക്രട്ട് കോഡുകളും പുരുഷൻ്റെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഏത് ഊർജത്തോടാണോ നമ്മൾ കൂടുതൽ സഹകരിക്കുന്നത് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നത്, ആ ഊർജം നമ്മളിലേക്കും വരും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാമത്തിൻ്റെ ഊർജ്ജമാണ് കൂടുതലായിട്ടുള്ളതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ചെയ്യും. നമുക്കിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു മൂഡാണ് ഒരാളിൽ കൂട്ടേണ്ടത് അല്ലെങ്കിൽ വരുത്തേണ്ടത്, അതനുസരിച്ചുള്ള ഊർജം ആദ്യം നമ്മളിൽ വരണം. അതിനുവേണ്ടി സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിഷ്ടമുള്ളവരുടെ സ്പർശനം വളരെ പ്രധാനമാണ്. അതുപോലെ ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് ചുംബന സമയത്ത് കൈകൊണ്ട് ചില ക്രിയകൾ ചെയ്യാൻ പ്രത്യേക കഴിവാണ്. ഇത് പുരുഷനെ സംബന്ധിച്ച് അവിടേക്ക് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ മാർദ്ദങ്ങൾ കൊണ്ടുള്ള ചില സമയത്തെ സ്പർശനങ്ങൾക്ക് ഇവിടെ വളരെയേറെ പ്രാധാന്യമുണ്ട്. ചിലർക്കാണെങ്കിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ സമയം വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്, ഒരു പ്രത്യേക മൈൻഡ്ഫുൾനെസ്സാണ്. അതുപോലെ ചെവിയുടെ താഴ്ഭാഗത്ത് നാവ് കൊണ്ട് ചെയ്യുന്ന ചില സ്പർശനങ്ങൾ ഈ സമയത്ത് നമ്മൾ സ്വയം മറക്കാറുണ്ട്. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുരുഷനെ പോലെ ഫാൻറ്റസിയിൽ കൂടി അല്ലെങ്കിൽ ചിന്തയിൽ കൂടി അത്ര പെട്ടെന്ന് ആ മൂഡിലേക്ക് വരത്തില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഈ കാര്യത്തിൽ മുൻകൈ എടുത്ത് പുരുഷനെ സഹായിക്കണമെങ്കിൽ അവരുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം. അപ്പോൾ എന്തായാലും ഇതൊരു ഷെയറിംഗ് ആണല്ലോ. അപ്പോൾ ഒരാൾക്ക് മാത്രം സംതൃപ്തി കിട്ടി അതുകൊണ്ടെല്ലാം സ്റ്റോപ്പാക്കുന്നു എന്ന രീതിക്ക് മാറ്റം വരണം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം വീണ്ടും അത് ചെയ്യാൻ തോന്നുന്നത് എന്താ? അതിനകത്തുനിന്ന് എന്തോ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ എന്തോ ഒരു ത്രില്ല് ബ്രെയിന് കിട്ടുന്നുണ്ട്.
ഇപ്പോൾ ഈ പങ്കുവെക്കലിനകത്ത് ഏറ്റവും വലിയൊരു സംതൃപ്തി എന്തെന്നറിയാവോ? എന്നെക്കൊണ്ട് എൻ്റെ പങ്കാളി തൃപ്തിപ്പെട്ടു എന്ന ചിന്തയാണ്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ രണ്ടു പേരും ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിനകത്തൊരു സന്തോഷം ഉണ്ടെങ്കിലേ ഇത് ആസ്വദിക്കാൻ ഒക്കത്തുള്ളൂ. തന്നെയല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.